നമ്മുടെ ലാസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് കൺട്രോൾ ട്രാൻസ്ഫർ ഓർ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ. പേര് തന്നെ ഉണ്ട് കൺട്രോൾ ട്രാൻസ്ഫർ. നമ്മളെ പ്രോഗ്രാം ഒന്ന് എവിടേക്കോ കൺട്രോള് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. അതുപോലെ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ. ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷനും ഇതേ കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മൾ സിയിലും സി പി പിയിലും ഈഫ് പഠിച്ചിട്ടുണ്ട്, വൈല് പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫങ്ഷൻ എന്താണ് ചെയ്യുന്നത്? ഒന്ന് ബ്രാഞ്ചിങ് ആണ്, ഒന്ന് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. കണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് ഈഫ് അല്ലെങ്കിൽ ഈഫ് എൽസ്, സ്വിച്ച് എന്നൊക്കെ പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ആ പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ അതിന് തൊട്ട് താഴെയുള്ളതോ എന്തെങ്കിലും കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഈഫിൻ്റെ ഉള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. അതായത് ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ തെറ്റാണെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ചെയ്യുക. ഓക്കെ, അതായത് കൺട്രോള് കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ട്രാൻസ്ഫർ നടക്കുക, എങ്ങോട്ടേക്കോ ട്രാൻസ്ഫർ നടക്കുക പ്രോഗ്രാമിൻ്റെ. അതാണ് കണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ വൈൽ ലൂപ്പ് അല്ലെങ്കിൽ ഫോർ ലൂപ്പ് ഒക്കെ എന്താ ചെയ്തിരുന്നത്? ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ ആ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. അതല്ലേ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഒക്കെ ചെയ്തിരുന്നത്, ലൂപ്പിംഗ് ഇൻസ്ട്രക്ഷൻസ് ചെയ്തത്. ഓക്കെ, ഈഫ് എന്താ ചെയ്തത്? ഒരു സെലക്ഷൻ പ്രൊസീജിയർ ആണ് അവിടെ നടന്നത്. എന്തെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യും. അതുപോലെ എന്താണ് ഈഫും ഫോറും വൈലൊക്കെ ചെയ്തിരുന്നത്? ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും, ആ ലൂപ്പിങ്ങിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഫങ്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അസംബ്ലി ലാംഗ്വേജസിൽ കുറേ കാര്യങ്ങൾ യൂസ് ചെയ്യും. ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ അസംബ്ലി ലാംഗ്വേജസിലും ചെയ്യണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് കൺട്രോൾ ട്രാൻസ്ഫർ ഓർ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഓക്കെ, അൺകണ്ടീഷണൽ കൺട്രോൾ ട്രാൻസ്ഫറും കണ്ടീഷണൽ കൺട്രോൾ ട്രാൻസ്ഫറും. എന്താണ് ഈ അൺകണ്ടീഷണൽ ആൻഡ് കണ്ടീഷണൽ കൺട്രോൾ ട്രാൻസ്ഫർ? അത് നമുക്ക് നോക്കാം. എന്താണ് ഈ അൺകണ്ടീഷണൽ കൺട്രോൾ ട്രാൻസ്ഫർ? അതായത് നിങ്ങൾ സിയിൽ ഗോ ടു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടില്ലേ? ഗോ ടു സ്റ്റേറ്റ്മെന്റ് എന്താ ചെയ്യുന്നത്? നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് വന്ന് ഏതോ ഒരു ലൈനിലെത്തിയപ്പോൾ ഗോ ടു ഒരു ലേബൽ L1 കൊടുക്കുമ്പോൾ അതിന് തൊട്ട് താഴെയൊന്നും എക്സിക്യൂട്ട് ചെയ്യാതെ L1 എവിടെയാണോ എഴുതിയിരിക്കുന്നതിന്റെ ലാബിൽ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അത് അൺകണ്ടീഷണൽ ട്രാൻസ്ഫറിന് എക്സാമ്പിൾ ആണ്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഒന്നും സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല. എവിടെയെങ്കിലുമൊക്കെ അൺകണ്ടീഷണലി നിങ്ങളുടെ പ്രോഗ്രാമിന്റെ കൺട്രോൾ വേറെ എവിടേക്കെങ്കിലും നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ അതിനെയാണ് അൺകണ്ടീഷണൽ കൺട്രോൾ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് അൺകണ്ടീഷണൽ കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. ഇത് സിൻ്റെത് നിങ്ങൾ ആദ്യം ഓർക്കുക. ഗോ ടു സ്റ്റേറ്റ്മെന്റ് സിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഗോ ടു പെർട്ടിക്കുലർ ലാബിൽ കാണുവാണെങ്കിൽ ഗോ ടുവിന് ശേഷമുള്ള ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻ ഒന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. പിന്നെ എവിടെയാണോ ആ ലാബിൽ കണ്ടത് അവിടെ പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ ട്രാൻസ്ഫർ നടക്കുന്ന എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടാണോ ട്രാൻസ്ഫർ നടക്കുന്നത്? അല്ല, ഒരു അൺകണ്ടീഷണലി നമ്മളെ പ്രോഗ്രാമിന്റെ ഫ്ലോ വേറെ എവിടേക്കെങ്കിലോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അൺകണ്ടീഷണൽ കൺട്രോൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതിനെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ പഠിക്കും. ഈ കണ്ടീഷണൽ കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ഒരു ട്രാൻസ്ഫർ നടക്കുന്നത്, അതായത് എവിടുന്നെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ എവിടുന്നെങ്കിലും വേറെ എവിടത്തോട്ടെങ്കിലും ട്രാൻസ്ഫർ നടക്കുന്നത് എന്തെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിലാണ്. ഓക്കെ, ആ ടൈപ്പ് അങ്ങനെയുള്ള വരുന്ന കാറ്റഗറിയിൽ ഇൻസ്ട്രക്ഷൻ ആണ് കണ്ടീഷണൽ കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈഫ് കണ്ടീഷൻ തന്നെ എടുക്കും. ഈഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ കൺട്രോൾ ഈഫിന്റെ ഉള്ളിലേക്ക് കടക്കുന്നത്. അല്ലെങ്കിൽ എന്താണ്? എൽസ് പാർട്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, ആ കണ്ടീഷൻ തെറ്റുമ്പോൾ ഈഫിന്റെ ഉള്ളിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല, എൽസ് പാർട്ടിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത്? ആ കണ്ടീഷൻ ശരിയാണോ അല്ലെങ്കിൽ ട്രൂ ആണോ ഫോൾസ് ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ട്രാൻസ്ഫർ എങ്ങോട്ടേക്കെങ്കിലും പോവാം പ്രോഗ്രാമിന്റെ. ഓക്കെ, അതാണ് കണ്ടീഷണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാം നോർമലി സീക്വൻഷ്യലി എക്സിക്യൂട്ട് ചെയ്യുന്ന ആ പ്രോഗ്രാം
നിങ്ങൾക്ക് എങ്ങോട്ടേക്കെങ്കിലും ആ ട്രാൻസ്ഫർ മാറ്റി കൊടുക്കണം. അത് അൺകണ്ടീഷണലിയും ചെയ്യാം, കണ്ടീഷണലിയും ചെയ്യാം. അൺകണ്ടീഷണലി എക്സാമ്പിൾ ആണ് ഗോ ടു സ്റ്റേറ്റ്മെന്റ് സിയിലത്. അത് നിങ്ങൾക്ക് അൺകണ്ടീഷണലി നമ്മളെ പ്രോഗ്രാമിന്റെ ഫ്ലോ എങ്ങോട്ടേക്കെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണ്ടീഷണൽ ആണെങ്കിൽ എന്താണ്, നമ്മുടെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ മാത്രമേ ആ പ്രോഗ്രാം കൺട്രോൾ വേറെ എവിടത്തോട്ടെങ്കിലും പോകും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് കണ്ടീഷണൽ കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. ഇതാണ് ജനറൽ ആയിട്ട് കണ്ടീഷണൽ എന്താണ്, അൺകണ്ടീഷണൽ എന്താണെന്നുള്ളത് മീനിങ്. ഓക്കെ, ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത് പ്രോഗ്രാമിന്റെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമലി ഉള്ള പ്രോഗ്രാം എക്സിക്യൂഷന്റെ കൺട്രോൾ എങ്ങോട്ടേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. അത് തന്നെ രണ്ട് രീതിയിലുണ്ട്, അൺകണ്ടീഷണലും കണ്ടീഷണലും. അൺകണ്ടീഷണൽ ആണെങ്കിൽ ഒന്നും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തൊന്നും നോക്കില്ല, നമുക്ക് അൺകണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻ ആണെങ്കിൽ പ്രോഗ്രാം കൺട്രോൾ ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ചിട്ട് എവിടെയാണോ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചത് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. കണ്ടീഷണൽ ആണെങ്കിൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ മാത്രമേ നമ്മളെ കൺട്രോൾ അങ്ങോട്ടേക്ക് പോകും. അൺകണ്ടീഷണൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നമ്മൾ 8086 യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് കോള്, റിട്ടേൺ, ഇൻട്രപ്റ്റ്, INTO, ജമ്പ്. ഇത്രയും ഇൻസ്ട്രക്ഷൻസ് ആണ് അൺകണ്ടീഷണൽ ട്രാൻസ്ഫറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്താണ് ഈ അൺകണ്ടീഷണൽ ട്രാൻസ്ഫർ എന്നാണ് ഇനി ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ഈ കോള് അല്ലെങ്കിൽ റിട്ടേൺ എന്നുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കോൾ ഒരു അൺകണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻ ആണ്. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ കോൾ തന്നെയാണ് വിളിക്കുക കേട്ടോ. കോൾ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം എങ്ങോട്ടേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്തു പോകും. ഓക്കെ, നമ്മൾ ഏത് മെമ്മറി ലൊക്കേഷൻ ആണോ പോയിന്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് പോയിട്ട് അവിടെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും പിന്നെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതാണ് കോൾ എന്ന് പറയുന്നത്. ഇവിടെ ഇതിനെ നിങ്ങൾക്ക് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ സിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. നിങ്ങൾ ഇൻഡ് മെയിൻ കുറച്ച് ഇൻസ്ട്രക്ഷൻ എഴുതി അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാണ്, പ്രൈം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അപ്പോൾ കൺട്രോൾ എങ്ങോട്ടേക്ക് ഓട്ടോമാറ്റിക്കലി പോയി? പ്രൈം എന്ന് വിളിക്കുമ്പോൾ എന്താണ്, പ്രൈം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ വിളിക്കുമ്പോൾ കൺട്രോൾ എങ്ങോട്ടേക്ക് പോയി ഓട്ടോമാറ്റിക്കലി? അവിടെ എന്തെങ്കിലും കണ്ടീഷൻ ട്രാൻസ്ഫർ ചെയ്തിട്ടാണോ കൺട്രോൾ പ്രൈം എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പോകുന്നത്? അല്ല, അത് അൺകണ്ടീഷണലി പോകുന്നതാണ്. ഓക്കെ, പ്രൈം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുവാണെങ്കിൽ അൺകണ്ടീഷണലി നമ്മളെ പ്രോഗ്രാമിന്റെ ട്രാൻസ്ഫർ എങ്ങോട്ടേക്ക് പോയി? ആ പെർട്ടിക്കുലർ ഫംഗ്ഷനിലേക്ക് പോയി. എന്നിട്ട് എന്ത് ചെയ്യും? ആ പെർട്ടിക്കുലർ ഫംഗ്ഷനിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം തിരിച്ച് റിട്ടേൺ ചെയ്ത് തരൂലേ? എവിടത്തേക്കാണ് റിട്ടേൺ ചെയ്തു വരിക? പ്രൈമിനെ എവിടെ നിന്നാണോ വിളിച്ചത് അവിടത്തേക്ക് റിട്ടേൺ ചെയ്തു വരും. ഓക്കെ, ഇതൊരു അൺകണ്ടീഷണലി ട്രാൻസ്ഫറിന് സിമ്പിൾ ആയിട്ട് നമുക്ക് നമ്മൾ സിയിൽ ഫംഗ്ഷനൊക്കെ പറയാം. ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതൊക്കെ അൺകണ്ടീഷണലി പ്രോഗ്രാം ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ആ ഫംഗ്ഷനിലേക്ക് പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, ഇതെന്തെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടാണോ അങ്ങോട്ടേക്ക് പോകുന്നത്? അല്ല, ഒരു ഫംഗ്ഷൻ കോൾ കാണുമ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നു. ഓക്കെ, അതേപോലെ അത് സിയിൽ നമുക്കറിയാം. അതുപോലെ നമ്മൾ 8086 അൺകണ്ടീഷണലി ഒരു സബ് റൂട്ടീനിലേക്ക് കോൾ പോകണമെങ്കിൽ മെയിൻ പ്രോഗ്രാമിന് ഇവിടെ സബ് റൂട്ടീൻ, ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് സെയിം മീനിങ് ആണ് കേട്ടോ. ചില ലാംഗ്വേജസിൽ സബ് റൂട്ടീൻ എന്ന് പറയും ഫംഗ്ഷൻ, ചില ലാംഗ്വേജസിൽ പ്രൊസീജിയർ എന്ന് പറയും. അങ്ങനെ പല പേരുകളിൽ നമ്മൾ അറിയപ്പെടും ഈ ഫംഗ്ഷൻ എന്ന് പറയുന്ന. ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എന്താണ് ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പ്രൈമിന്റെ ഫംഗ്ഷൻ ആണെങ്കിൽ ആ പ്രൈമിന്റെ കാര്യം ചെയ്യും. സബ് റൂട്ടീൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഇതേ മീനിങ് തന്നെയാണ്. ഫംഗ്ഷനെ നമ്മൾ ചില ലാംഗ്വേജസിൽ സബ് റൂട്ടീൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുക, ചില ലാംഗ്വേജസിൽ അത് പ്രൊസീജിയർ എന്നുള്ള പേരിൽ അറിയപ്പെടും. അത് കഴിഞ്ഞ് നിങ്ങൾ അടുത്ത സെമ്മിൽ ഇതിന്റെ ഡിഫറൻസ് ഒക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ സബ് റൂട്ടീൻ എന്ന് പറയുന്നത് ഒന്നുമില്ല, ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ഇവിടെ നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മളെ കോൾ ഇൻസ്ട്രക്ഷൻ കൂടുതലും യൂസ് ചെയ്യുന്നത് നമുക്ക് മെയിൻ പ്രോഗ്രാം, ഞാനിപ്പോൾ പറഞ്ഞ അതേ കാര്യം തന്നെ നമ്മളെ സി മെയിൻ പ്രോഗ്രാം എന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷനിലേക്ക് കോൾ പോകണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്? കോൾ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് ലൈൻ, ദിസ് ഇൻസ്ട്രക്ഷൻ ഈസ് യൂസ്ഡ് ടു കോൾ എ സബ് റൂട്ടീൻ ഫ്രം എ മെയിൻ പ്രോഗ്രാം. അതായത് നിങ്ങളെ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സബ് റൂട്ടീനെ കോൾ ചെയ്യണമെങ്കിൽ, ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്? കോൾ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ കോൾ ഏതെങ്കിലും ഒരു സബ് റൂട്ടീൻ, ഫോർ എക്സാമ്പിൾ കോൾ പ്രൈം എന്നാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തതെങ്കിൽ ആ പ്രൈം എന്ന് പറയുന്ന സബ് റൂട്ടീനിലേക്ക് കോൾ പോകും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു വരും. ഇത് നമ്മുടെ സാധാ സിയിൽ നടക്കുന്ന അതേ കാര്യം. അതിന് വേണ്ടിയിട്ട് ഇവിടെ സിയിൽ നമ്മൾ പ്രൈം ഓഫ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകും.
പക്ഷെ ഇതിനെന്ത് വേണം, ഇവിടെ ഒരു ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് എന്ത്, കോൾ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. ഓക്കെ, രണ്ട് തരത്തിലുള്ള കോൾ ഉണ്ട്, നിയർ കോളും ഫാർ കോളും. നിയർ കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 32 ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും, ഒരു അടുത്തുള്ള സ്ഥലത്തേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഫാർ കോൾ എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ എന്താണ്, കുറച്ചും കൂടെ വേറെ അടുത്ത സെഗ്മെന്റിലേക്കുള്ള ട്രാൻസ്ഫർ ആയിരിക്കും നടക്കുന്നുണ്ടാവും. ഓക്കെ, അതായത് ഇന്റർ സെഗ്മെന്റും ഇൻട്രാ സെഗ്മെന്റും അത് നമ്മൾ പഠിക്കും. അപ്പോൾ നിയർ കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് എവിടേക്കോ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ കൺട്രോൾ ട്രാൻസ്ഫർ പോകുന്നത്. ഫാർ കോൾ ആണെങ്കിൽ എന്താണ്, കുറച്ച് ദൂരേക്ക് എവിടെയോ ആണ് നമ്മളെ പ്രോഗ്രാമിന്റെ കൺട്രോൾ ട്രാൻസ്ഫർ പോകുന്നത്. ഇതാണ് കോൾ ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത്. കോൾ ഇൻസ്ട്രക്ഷൻ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മെയിൻ പ്രോഗ്രാമിന് ഏതെങ്കിലും ഒരു സബ് റൂട്ടീനെ കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് കോൾ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സിയുടെ അതും ആ ഒരു കൺസെപ്റ്റ് മാത്രം ആലോചിക്കുക. എന്തെങ്കിലും ഒരു സബ് റൂട്ടീൻ കോൾ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് കോൾ. അപ്പോൾ അൺകണ്ടീഷണലി ആ സബ് റൂട്ടീനിലേക്ക് പോവും, എന്നിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അത് അൺകണ്ടീഷണലി ആണ് പോകുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. രണ്ട് തരത്തിലുള്ള കോൾ ഉണ്ട്, നിയർ കോളും ഉണ്ട്, ഫാർ കോളും ഉണ്ട്. നിയർ കോൾ ആണെങ്കിൽ തൊട്ടടുത്ത് ഒരു എവിടത്തേക്കെങ്കിലും ആണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ നടക്കുന്നത്. ഫാർ കോൾ ആണെങ്കിൽ അടുത്ത സെഗ്മെന്റ് നെക്സ്റ്റ് കുറച്ചും കൂടെ ദൂരേക്ക് എവിടെയെങ്കിലും ഉള്ള ഒരു ലേക്കാണ് കൺട്രോൾ ട്രാൻസ്ഫർ പോകുന്നത്. ഇത് രണ്ടും ആലോചിച്ച് നോക്കുക, നിയർ കോളും ഫാർ കോളും. അത്രയും നിങ്ങൾ പഠിക്കേണ്ടും. കോൾ ഇന്നലെ നിങ്ങളെ മൈക്രോ പ്രോസസറിന്റെ സപ്ലിമെന്ററി എക്സാം ഉണ്ടായിരുന്നു, അതിൽ 2 ഇൻസ്ട്രക്ഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എപ്പോഴും 2 ഇൻസ്ട്രക്ഷൻ, ഈ ഇത്രയും കാറ്റഗറിയിൽ നിന്ന് ഏതെങ്കിലും 2 ഇൻസ്ട്രക്ഷൻ ഒക്കെ എപ്പോഴും ചോദിക്കുക. നമ്മൾ 1.5 മോഡ്യൂള് പഠിച്ച് കഴിഞ്ഞ് അതിൽ റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മിനിമം മോഡ്, മാക്സിമം മോഡ്, 8086 8088 തമ്മിലുള്ള ഡിഫറൻസ്, അഡ്രസ്സിംഗ് മോഡ്. എപ്പോഴും റിപ്പീറ്റഡ് ആണ്, അതെപ്പോഴും പഠിച്ചു വെക്കുക. ഞാൻ ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്ത് തരാം. അപ്പൊ അൺകണ്ടീഷണലി ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനിലെ ഫസ്റ്റ് വൺ ആണ് കോൾ എന്ന് പറയുന്നത്. അപ്പൊ കോൾ എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് എവിടത്തേക്കെങ്കിലും നമ്മളെ ട്രാൻസ്ഫർ അൺകണ്ടീഷണലി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൾ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. അത് നിയറും ഉണ്ട്, ഫാറും ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് റിട്ടേൺ ഫ്രം പ്രൊസീജിയർ. ഞാൻ പറഞ്ഞു സബ് റൂട്ടീൻ, പ്രൊസീജിയർ, ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് സെയിം സാധനങ്ങളാണ്. നമ്മൾ സിയിലെ ഫംഗ്ഷനെ മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓക്കെ, അത് തന്നെയാണ് പ്രൊസീജിയർ, അത് തന്നെയാണ് സബ് റൂട്ടീൻ. ഓക്കെ, ഇനി അടുത്തത് RET എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. ഇതെന്ത് കാര്യം ചെയ്യുന്നത്, നിങ്ങൾ സിയിൽ ഒരു ഫംഗ്ഷൻ ചെയ്ത് ഫംഗ്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഫംഗ്ഷനിൽ നിന്ന് തിരിച്ച് റിട്ടേൺ അടിക്കുന്നില്ലേ, റിട്ടേൺ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നില്ലേ, അതേ കാര്യമാണ് RET ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളൊരു പ്രൊസീജിയറിലോട്ട് പോയി കോൾ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ പെർട്ടിക്കുലർ സബ് റൂട്ടീനിലോ അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ സബ് പ്രൊസീജിയറിലോട്ടോ നിങ്ങളെ പ്രോഗ്രാമിന്റെ കൺട്രോൾ ട്രാൻസ്ഫർ പോയി. അവിടെ നിന്ന് എന്ത് ചെയ്തു, ആ പ്രൊസീജിയറിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വരണ്ടേ. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്, RET എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. തിരിച്ച് പ്രൊസീജിയർ, തിരിച്ച് നമ്മൾ എവിടെ നിന്നാണോ പോയത് അവിടത്തോട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. നമ്മൾ സിയിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നില്ലേ, അതേ ഫംഗ്ഷൻ ആണ് RET. RETൻ്റെതും അതേ സെയിം ഫംഗ്ഷൻ ആണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, ഓരോ കോളും ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണം. മെയിൻ പ്രോഗ്രാമിൽ നിന്നാണല്ലോ നമ്മൾ പോകുന്നത് എങ്ങോട്ടേക്ക്, സബ് പ്രോഗ്രാമിലോട്ട്. അവിടുന്ന് തിരിച്ച് എങ്ങോട്ടേക്ക് തന്നെ വരണം, നമ്മൾ മെയിൻ പ്രോഗ്രാമിലേക്ക് വരണം. ആ മെയിൻ പ്രോഗ്രാമിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, RET സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് അറിയില്ല എനിക്ക്. നമ്മളിപ്പോൾ എന്ത് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോഴും, ഫോർ എക്സാമ്പിൾ സിയിൽ നിങ്ങളൊരു പ്രൈം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തു എന്ന് വിചാരിക്കും. അപ്പോൾ പ്രൈം എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ എന്ത് കാര്യം ചെയ്യുമെന്ന് അറിയോ, അതായത് തിരിച്ച് പ്രൈമിലേക്ക്, അത് നമ്മൾ മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരുമല്ലോ, തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ പോയത് എവിടെയാണെന്ന് അറിയണമല്ലോ, എന്നെങ്കിൽ മാത്രമല്ലേ തിരിച്ചു വരാൻ പറ്റൂ. അപ്പോൾ പോകുന്നേ മുന്നേ, അതായത് അത് ഇന്റേണലി നടക്കുന്നതാണ്, പക്ഷെ അറിയണം. നമ്മളിപ്പോൾ ഒരു എവിടെന്നെങ്കിലും ആണ് ഒരു ഫംഗ്ഷൻ കോൾ വന്നു, ഫംഗ്ഷൻ കോൾ വന്നിട്ട് നിങ്ങളെ ഫംഗ്ഷനിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് പ്രൊസീജിയർ ചെയ്യാനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 8000 എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷനിലാണ് ഒരു ഫംഗ്ഷൻ കോൾ വന്നതെന്ന് വിചാരിക്കും, പ്രൈം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തത്. അപ്പോൾ കോൾ ചെയ്തിട്ട് ആ 8000 കോൾ ചെയ്തെങ്കിൽ തിരിച്ച് എങ്ങോട്ടേക്ക് തിരിച്ചു വരണം, 8000 എന്ന് പറയുന്ന ലൊക്കേഷനിൽ തന്നെ തിരിച്ചു വന്നാൽ മാത്രമേ പ്രൈമിന് ശേഷമുള്ള ബാക്കി ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് പ്രൈം എന്ന് പറയുന്ന ഫംഗ്ഷന് ശേഷമുള്ള ഫംഗ്ഷൻ കോളിന് ശേഷമുള്ള ബാക്കി ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തിരിച്ച് നിങ്ങൾ അങ്ങോട്ടേക്ക് തന്നെ വരണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൾ ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യും, അതായത് കോൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ എവിടെ നിന്നാണോ പോകുന്നത്, അതായത് അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ അങ്ങനെയുള്ള
തിരിച്ചു വരാനുള്ള ഇൻഫോർമേഷൻ ഇതൊക്കെ ഒരു സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, തിരിച്ചു വരുന്നത് എവിടത്തേക്കാണോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു അഡ്രസ് ഒക്കെ നമ്മൾ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തിരിച്ച് ആ പെർട്ടിക്കുലർ റിട്ടേൺ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ പറയുമ്പോൾ നമുക്ക് തിരിച്ച് റിട്ടേൺ വരുമ്പോൾ നമ്മൾ ആ പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് വരാൻ പറ്റൂല. ഓക്കെ, ഇതൊക്കെ ഇന്റേണലി നടക്കും. കാരണം നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ആ ഫംഗ്ഷൻ കോളിന് മുന്നേ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ കുറേ കാര്യങ്ങൾ അവർ ചെയ്തു വെക്കും. തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരണം. അപ്പോൾ ആ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരേണ്ട ഇൻഫോർമേഷൻ ഒക്കെ, അതായത് റിട്ടേൺ അഡ്രസ് ആയിരിക്കും മെയിൻ ആയിട്ട് സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ റിട്ടേൺ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റിട്ടേണിന് മനസ്സിലാവും ഇന്നത് 8000 പോകേണ്ടത്, അപ്പോൾ 8000 തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫംഗ്ഷൻ കോളിന് മുന്നേ നടക്കണം. അത് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. നിങ്ങളിപ്പോൾ വീട്ടിൽ നിന്ന് പോയിട്ട് തിരിച്ച് നിങ്ങൾ വീട്ടിലേക്ക് തന്നെ വരണ്ടേ. അപ്പോൾ ആ വഴി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ കോളേജിലേക്ക് പോയി, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കോളേജിലേക്ക് പോയി, കോളേജിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്ത് തിരിച്ച് നിങ്ങൾ വീട്ടിലേക്ക് തന്നെ വരണം. അപ്പോൾ നിങ്ങൾ വീടിൻ്റെ അഡ്രസ്സ് അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. ഓക്കെ, ഇത് അറിയാത്ത ഒരാളാണെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, അറിയുന്ന ഒരു പെർട്ടിക്കുലർ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കൂലേ. അതാ കാര്യം പറയുന്നത്. ഇത് ഇന്റേണലി നടക്കുന്നതാണ്. അപ്പോൾ കോൾ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്താ ചെയ്യുന്നത്, നമ്മളൊരു ഫംഗ്ഷനിലേക്ക് പോകുന്നതാണ് കോൾ എന്ന് പറയുന്നത്. ഫംഗ്ഷനിൽ തിരിച്ചു വരുന്നതാണ് റിട്ടേൺ. അതിന് വേണ്ടിയിട്ടാണ് RET ഇൻസ്ട്രക്ഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. പോവാൻ വേണ്ടിയിട്ട് CAL കോൾ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യും. അത് അൺകണ്ടീഷണലി ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. റിട്ടേണും അൺകണ്ടീഷണലി ആണ് വരുന്നത്. കാരണം ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് എന്തായാലും ഇങ്ങോട്ടേക്ക് വരും. അതിന് വേണ്ടിയാണ് RET ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് ഈ ഇൻസ്ട്രക്ഷന്റെ പേർപ്പസ് എന്ന് പറയുന്നത്. പക്ഷെ ഇന്റേണലി എന്തും കൂടെ നടക്കുന്നുണ്ട്. തിരിച്ചു വരാനുള്ള അഡ്രസ്സും എല്ലാ കാര്യങ്ങളും സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നെങ്കിൽ മാത്രമേ തിരിച്ച് ആ പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് വരാൻ പറ്റൂ. ഓക്കെ, ഇനി അടുത്തത് INTN ഇന്നലെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. INT ഇൻസ്ട്രക്ഷൻ, ഇൻട്രപ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ് INT. ഓക്കെ, ഇൻട്രപ്റ്റ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അടുത്ത മോഡ്യൂളിൽ. പക്ഷെ ഇൻട്രപ്റ്റ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻട്രപ്റ്റ് എന്ന് പറയുന്ന ഒരു തടസ്സമാണ്. നമ്മൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ എക്സ്റ്റേണലി എന്തെങ്കിലുമൊക്കെ ഇൻട്രപ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം നിർത്തിവെക്കും. അത് മാസ്കബിൾ ആയിരിക്കാം, അൺമാസ്കബിൾ ആയിരിക്കാം, നോൺ മാസ്കബിൾ ആയിരിക്കാം. മാസ്കബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വന്ന ആൾക്കാരെ നോക്കണമെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം തുടർന്നുകൊണ്ടേ പോവാം. അതാണ് അസൈൻമെന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതുപോലെ നോൺ മാസ്കബിൾ ആണെങ്കിൽ നിങ്ങൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെ ഡ്യൂട്ടി അവിടെ നിർത്തി വെച്ചിട്ട് വന്ന ആളെ കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അതാണ് പ്രിൻസിപ്പിൾ വരുമ്പോൾ കാര്യവും പറഞ്ഞത്. ഓക്കെ, അപ്പൊ INT എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് എന്ന് പറയുന്നത് 8086 256 ഇൻട്രപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, അതിൽ ഏതെങ്കിലും ഇൻട്രപ്റ്റ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. അത് നമുക്ക് മാസ്കബിൾ ആയിരിക്കാം, നോൺ മാസ്കബിൾ ആയിരിക്കാം. അപ്പൊ INT എന്ന് പറയുന്നത് എന്താണ്, ഇൻട്രപ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇൻട്രപ്റ്റ്. അപ്പൊ INT ഇപ്പോൾ എന്ന് പറയുന്നത് 256 ഏതെങ്കിലും ഒരു ഇൻട്രപ്റ്റ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ INT 20 എന്നാണ് വന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻട്രപ്റ്റ് ആണ് വന്നിട്ടുണ്ടാവും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇനി INT 30 എന്നാണ് വന്നതെങ്കിൽ വേറെ ഏതോ ടൈപ്പിംഗ് ഇൻട്രപ്റ്റ്സ് ആണ് വന്നിട്ടുണ്ടാവുക. അപ്പൊ അതിനനുസരിച്ച് ഇൻട്രപ്റ്റ്സ് ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മാസ്ക് ചെയ്ത് കളയും. അത് ഡിപ്പെൻസ് ആണ്. ഓക്കെ, മാസ്കബിൾ ആണെങ്കിൽ നമുക്ക് മാസ്ക് ചെയ്യാം, നോൺ മാസ്കബിൾ ആണെങ്കിൽ നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്തേ പറ്റും. ആ ഇൻട്രപ്റ്റ് സർവീസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തേ പറ്റും. അപ്പോൾ INT എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അത് തന്നെ 256 എണ്ണം ഉണ്ട്. അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന നമ്പർ കൊടുത്തത്. എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്തത്. ഓക്കെ, ഇത്ര മാത്രമേ എഴുതുള്ളൂ. 2 മാർക്കിനൊക്കെ ചോദിക്കും INT അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻ. ഇന്നലെ ചോദിച്ചത് 2 ഇൻസ്ട്രക്ഷൻ 3 മാർക്കിനാണ്. ഇനി അടുത്തത് IRET ഇൻസ്ട്രക്ഷൻ, റിട്ടേൺ ഫ്രം ISR. നമ്മൾ ഫംഗ്ഷനിലേക്ക് പോകാൻ വേണ്ടി കോൾ എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തു. ഫംഗ്ഷനിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് RET എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്തു. അതുപോലെ ഒരു ഇൻട്രപ്റ്റ് വരിക എന്ന് പറയുന്നത്, ഒരു തടസ്സം വരിക എന്ന് പറയുന്നത് വേറൊന്നുമല്ല, എന്തോ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഞാനിപ്പം അസൈൻമെന്റ് എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് എൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, എൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഞാൻ അസൈൻമെന്റ് എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ഇൻട്രപ്റ്റ് വരുന്നത്, പെട്ടെന്ന് പ്രിൻസിപ്പിൾ വന്നിട്ട് നിങ്ങളോട് പറയുന്നത്, ഇപ്പം നിങ്ങളൊരു CV എഴുതി ഉണ്ടാക്കണം, നിങ്ങളൊരു റെസ്യൂം ഉണ്ടാക്കണം എന്ന് പറയും. അപ്പം നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അസൈൻമെന്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ അവിടെ നിർത്തി വെക്കണ്ടേ. അസൈൻമെന്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ അവിടെ നിർത്തി വെക്കണം. നിർത്തി വെച്ചിട്ട് എന്ത് ചെയ്യണം, പ്രിൻസിപ്പിൾ പറഞ്ഞ റെസ്യൂം ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണ്ടേ. അപ്പോൾ റെസ്യൂം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വേറൊരു സർവീസ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇൻട്രപ്റ്റ് വന്നു. ആര് വന്നു, പ്രിൻസിപ്പിൾ വന്നു. ഓക്കെ, ഒരു ഇൻട്രപ്റ്റ് നമുക്ക് വന്നു. അതാണ് INT. ഏതോ ഒരു ഇൻട്രപ്റ്റ് വന്നു. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അസൈൻമെന്റ് എഴുതുക എന്നുള്ളതാണ്. ഇപ്പോൾ പ്രിൻസിപ്പിൾ വരിക എന്നുള്ളത് ഒരു ഇൻട്രപ്റ്റ് ആയി. വന്നപ്പോൾ നമ്മളത് നിർത്തി വെച്ചു. നമ്മളിപ്പോൾ അസൈൻമെന്റ് എഴുതുക എന്നുള്ളത് എവിടെയോ അവിടെ നിർത്തി. ഇപ്പം നിങ്ങൾ
4ാമത്തെ പേജാണ് എഴുതുന്നതെങ്കിൽ ആ 4ാമത്തെ പേജിൽ അവിടെ നിർത്തി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? പ്രിൻസിപ്പൾ വന്നു. പ്രിൻസിപ്പൾ വന്നിട്ട് അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത്? അദ്ദേഹത്തിന്റെ സർവീസ് എന്താണ്? നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇപ്പോൾ ഉള്ള പ്രോഗ്രാം നിർത്തി വെച്ചിട്ട് പ്രിൻസിപ്പൾ പറഞ്ഞ കാര്യം എഴുതുക. അതായത് പ്രിൻസിപ്പൾ പറഞ്ഞൊരു സർവീസ് ചെയ്യുക. ദാറ്റ് മീൻസ് എന്താണ്? ആ റെസ്യൂം ഉണ്ടാക്കുക. ഓക്കെ, അതാണ് ഇപ്പോൾ ഉള്ള സർവീസ്. അപ്പൊ നിങ്ങൾ 4th പേജിൽ അവിടെ നിർത്തി. അപ്പൊ തന്നെ എങ്ങോട്ടേക്ക് പോയി? ആ ഇൻട്രപ്റ്റ് സർവീസിലേക്ക് പോയി. ഓക്കെ, ആ ഇൻട്രപ്റ്റ് സർവീസ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്തു. ദാറ്റ് മീൻസ് എന്താണ്? നിങ്ങൾ ആ റെസ്യൂം എഴുതി ഉണ്ടാക്കി. ഓക്കെ, ആ സർവീസ് നിങ്ങൾ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണം? റെസ്യൂം ഉണ്ടായി കഴിഞ്ഞാൽ അത് പ്രിൻസിപ്പളിന് കൊടുത്ത്. അപ്പോൾ ആ ഇൻട്രപ്റ്റ്സ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ തിരിച്ച് എങ്ങോട്ടേക്ക് വരണം? നിങ്ങൾ എവിടെ നിന്നാണോ പോയത് അവിടത്തേക്ക് വരണം. ഓക്കെ, അത് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും? 4ാമത്തെ പേജിലേക്ക് തിരിച്ചു വരും. അപ്പൊ 4ാമത്തെ പേജ് എന്നുള്ളത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റാക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നേരത്തെ അതേ പ്രൊസീജിയർ തന്നെ ഇവിടെ എന്താണ്? നമ്മൾ ഫംഗ്ഷനിലോട്ട് പോകുന്നു, ഫംഗ്ഷനിൽ നിന്ന് തിരിച്ചു വരുന്നു. ഇവിടെ എന്താണ്? എന്തോ ഒരു തടസ്സം വന്നതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം അവിടെ മാറ്റി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടിൻ എക്സിക്യൂട്ട് ചെയ്തു. ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടിനിലേക്ക് പോയി ആ കാര്യങ്ങൾ ചെയ്ത് ഇതിന് തിരിച്ചു വരും. പോരെ, ഇത് പെട്ടെന്ന് വരുന്നൊരു തടസ്സമാണ്. അതും അൺകണ്ടീഷണലി ആണ്, നമുക്കറിയില്ല. നിങ്ങൾ അസൈൻമെന്റ് എഴുതിക്കൊണ്ടേ ഇരിക്കുമ്പോൾ പ്രിൻസിപ്പൾ വരുന്ന ആദ്യമേ പറഞ്ഞ കാര്യമൊന്നുമല്ല, പെട്ടെന്ന് വരുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ആ ഇൻട്രപ്റ്റ്സ് വന്നു. ആ ഇൻട്രപ്റ്റ്സ് വന്നപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. തിരിച്ച് നിങ്ങൾ എവിടെയാണോ നിർത്തി വെച്ചത് ആ 4th പേജിൽ തന്നെ നിങ്ങൾ അവിടെ തിരിച്ചു വന്നു. ഓക്കെ, ഇതാണ് ഇൻട്രപ്റ്റ് സർവീസ്. ISR എന്ന് പറയുന്നത് ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടിനാണ്. നമ്മൾ INT എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ഇൻട്രപ്റ്റ്സ് ആണ്. അപ്പൊ ഇൻട്രപ്റ്റ്സ് വന്നപ്പോൾ എന്ത് ചെയ്തു? എക്സിക്യൂഷൻ നിർത്തി വെച്ചു. അതാണ് ഇൻട്രപ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടേക്ക് പോയി? ആ ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടിൻ എക്സിക്യൂട്ട് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് IRET. നേരത്തെ എന്താണ്? റിട്ടേൺ ഇൻസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞില്ലേ, ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്തു വരുന്നു എന്നുള്ളത്. അതേ കാര്യം തന്നെയാണ് എന്ത് ഇവിടെ IRET എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ. ഇൻട്രപ്റ്റ് നിന്ന് തിരിച്ചു വരുന്നു, അതിന് വേണ്ടിയിട്ടാണ് IRET. ഓക്കെ, റിട്ടേൺ ഫ്രം ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടിൻ. ഓക്കെ, അങ്ങനെ തിരിച്ചു വരുമ്പോഴും എന്ത് ചെയ്യണം? ആ റിട്ടേൺ അഡ്രസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാക്കിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. എന്നെങ്കിൽ മാത്രമേ തിരിച്ച് നിങ്ങൾക്ക് ആ 4th പേജിലേക്ക് തന്നെ വരണം. അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ്? നിങ്ങൾ 3rd പേജിൽ എഴുതാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ 5th പേജിൽ എഴുതി കഴിഞ്ഞാൽ നമ്മളെ കണ്ടിന്യൂഷൻ പോയി. അപ്പോൾ എവിടെയാണോ വരേണ്ടത് അവിടത്തെ ഇൻഫർമേഷൻ നിങ്ങൾ ഓൾറെഡി എവിടെയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, അതാണ് കോള്, റിട്ടേൺ, RET, INT, IRET. ഇത് 4ഉം ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി അടുത്തത് INTO. INTO എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എപ്പോഴാണ് വരുന്നത്? ഇതും ഒരു ഇൻട്രപ്റ്റ് ആണ്. ഇൻട്രപ്റ്റ് ഓൺ ഓവർഫ്ലോ. അതായത് ഫ്ലാഗ് രജിസ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഫ്ലാഗ് രജിസ്റ്ററിൽ ഒരു ഓവർഫ്ലോ ഫ്ലാഗ് ഉണ്ടല്ലോ. ആ ഓവർഫ്ലോ ഫ്ലാഗ് ഈ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യുക. എപ്പോഴാണോ ഓവർ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത് അപ്പോഴാണ് ഈ ഇൻട്രപ്റ്റ് ഓൺ ഓവർഫ്ലോ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ആ ഫ്ലാഗ് രജിസ്റ്ററിൽ എപ്പോഴാണോ ഒരു ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത് ആ കേസിലാണ് INTO ഇൻസ്ട്രക്ഷൻ ഇൻട്രപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അത്ര മാത്രമേ ആലോചിക്കുന്നു. എപ്പോഴാണോ ഫ്ലാഗ് രജിസ്റ്ററിൽ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നത്, അതെന്തെങ്കിലും കാരണവശാൽ സൈൻഡ് മൾട്ടിപ്ലിക്കേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേസിലൊക്കെ ചിലപ്പോൾ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്യാം. ആ കേസിൽ എന്ത് ചെയ്യും? INTO ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് അൺകണ്ടീഷണലി ഉള്ള ട്രാൻസ്ഫറിന് ഇൻസ്ട്രക്ഷൻ എക്സാമ്പിൾ ആണ് കോള്, RET, INT, INTO, IRET. ഇനി അടുത്തത് ജമ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അൺകണ്ടീഷണൽ ജമ്പാണ്. ജമ്പ് തന്നെ ഒന്നുമില്ല, നമ്മൾ ഗോ ടു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നില്ലേ, അതേ ഫംഗ്ഷനാണ് ജമ്പ് ചെയ്യുന്നത് ഇവിടെ. അതായത് ജമ്പ് ഇതെവിടെ നോക്ക്, ജമ്പ് 8-bit എന്ന് കണ്ടു. അതായത് ജമ്പ് ഒരു 8-bit ഡിസ്പ്ലേസ്മെന്റ് പറയും. ദാറ്റ് മീൻസ് ജമ്പ് 8000 എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി 8000 എന്ന് പറയുന്ന ലൊക്കേഷനിൽ പോകും. ഓക്കെ, ഇനി ജമ്പ് 4000 എന്നാണെങ്കിൽ 4000 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് അൺകണ്ടീഷണലി ജമ്പ് ചെയ്തു പോകും നമ്മളെ പ്രോഗ്രാം. ഗോ ടു എന്ന് പറയുന്നത് അതേ കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. സിയിൽ നമ്മൾ ഗോ ടു എന്താണോ ചെയ്യുന്നത് അതേ കാര്യമാണ് ഇവിടെ ജമ്പ് ചെയ്യുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ജമ്പാണ്. ഓക്കെ, നിങ്ങൾ പ്രോഗ്രാം ജമ്പ് എന്ന് പറയുമ്പോൾ ജമ്പ് തന്നെ എഴുതുക. ജമ്പ് 4000 എന്ന് പറയുമ്പോൾ ആ പെർട്ടിക്കുലർ ലൊക്കേഷനിലോട്ട് പോകും. അല്ലെങ്കിൽ ജമ്പ് L1 എന്ന് പറയുമ്പോൾ L1 എവിടെയാണോ എഴുതിയിരിക്കുന്നത് അവിടത്തേക്ക് പോകും. ജമ്പ് അൺകണ്ടീഷണലി അങ്ങ് ജമ്പ് ചെയ്ത് പോകും. ഓക്കെ, ബാക്കിയുള്ളതൊന്നും നോക്കൂല. ഓക്കെ, അതാണ് ജമ്പ് ഇൻസ്ട്രക്ഷൻ, അൺകണ്ടീഷണൽ ജമ്പ്. ഓക്കെ, കണ്ടീഷണൽ ജമ്പ് വേറെ ഉണ്ട് കേട്ടോ, നമ്മൾ പഠിക്കും. അൺകണ്ടീഷണൽ ജമ്പിന് എക്സാമ്പിൾ ആണ് JUMP ആണ്. ഇനി അടുത്തത് ഇത് നമ്മൾ പഠിച്ചു. ഇനി ലൂപ്പ് അൺകണ്ടീഷണലി എക്സിക്യൂട്ട് ചെയ്യാം. നമ്മൾ ഫോറും വൈലൊക്കെ എന്താണ്? കണ്ടീഷൻ കൊടുക്കുന്നതുകൊണ്ട് അത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ. ഓക്കെ, പക്ഷെ അൺകണ്ടീഷണൽ ലൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. ലൂപ്പ് നിങ്ങൾക്ക് അറിയാം.
ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. മൂവ് സി എക്സ്, സി എക്സിൻ്റെ വാല്യൂ നമ്മൾ 5 ആയിട്ട് സെറ്റ് ചെയ്തു. വി എക്സിന് എന്തോ ഒരു വാല്യൂ കൊടുത്തു, എന്തോ ഒരു ഡാറ്റയാണ്. പിന്നെ മൂവ് എ എക്സ് കോമ കോഡ്, ഇതൊക്കെ ഇൻസ്ട്രക്ഷൻ ആണ്, അത് നിങ്ങൾ നോക്കണ്ട. ഇനി അടുത്ത് അതിന് ശേഷം ഇത് ചെയ്തു, ഇതൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ ലൂപ്പ് ലാബൽ എന്നുണ്ടോ? ലൂപ്പ് ലാബൽ എന്ന് പറയുമ്പോൾ, ലാബൽ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ജമ്പ് ലാബൽ അല്ലെങ്കിൽ എന്താണ് ഗോ ടു എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ തന്നെ ലൂപ്പ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് ലാബൽ. അപ്പോൾ എന്താ ചെയ്യുന്നത്? അൺകണ്ടീഷണലി ലാബൽ എന്ന് പറയുന്ന സാധനം എവിടെയാണോ എഴുതിയിരിക്കുന്നത് അവിടത്തോട്ട് പോകും. ഇവിടെ കണ്ടോ, ഇവിടത്തോട്ട് പോകും. പിന്നെ എന്ത് ചെയ്യും? ഇതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ലൂപ്പ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും, കറങ്ങിക്കൊണ്ടേയിരിക്കും. ഓരോ തവണ ചെയ്യുമ്പോഴും ഈ കൗണ്ട് രജിസ്റ്ററിന്റെ വാല്യൂ ഒന്നിങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, ഫസ്റ്റ് സമയം ചെയ്യുമ്പോൾ ഇതൊരു തവണ കുറഞ്ഞു, സി എക്സിന്റെ വാല്യൂ ഒന്ന് കുറഞ്ഞു, കൗണ്ട് രജിസ്റ്റർ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഡിക്രിമെന്റ് ചെയ്യും. നമ്മൾ ആദ്യമേ 5 കൊടുത്തു, ഒരു തവണ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 4 ആയി, അടുത്ത തവണ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ 3 ആയി, 2 ആയി. ഇത് 5 കംപ്ലീറ്റ് ആവുന്നത് വരെ ഇതിങ്ങനെ അൺകണ്ടീഷണലി ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതൊരു കണ്ടീഷനും ചെക്ക് ചെയ്യാതാണ് പിന്നെ ഈ ലൂപ്പിലോട്ട് പോകുന്നത്. ലൂപ്പ് ലാബൽ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ വരും, ലാബിൽ പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാതെയാണ് ഈ ലൂപ്പ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഫോർ ലൂപ്പിലൊക്കെ എന്താണ്, ഓരോ തവണ ലൂപ്പിന്റെ ഉള്ളിൽ കിടക്കുമ്പോഴും എന്ത് ചെക്ക് ചെയ്യുന്നുണ്ട്? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ലൂപ്പിന്റെ ഉള്ളിലേക്ക് കിടക്കൂ. വൈലാണെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ലൂപ്പിന്റെ ഉള്ളിലേക്ക് കിടക്കൂ. ഓക്കെ, ഇവിടെ എന്താണ്, ലൂപ്പിന്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ലൂപ്പ് ലാബൽ, അപ്പൊ തന്നെ ഈ ലൂപ്പ് പിന്നെ എക്സിക്യൂട്ട്, പിന്നെ ലൂപ്പ് ലാബൽ, ഈ ലൂപ്പ് പിന്നെയും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇവിടെ ഒരു കണ്ടീഷനും ചെക്ക് ചെയ്യുന്നില്ല. പക്ഷേ ഈ ലൂപ്പ് എക്സിറ്റ് ആവുക എപ്പോഴാണ്? സി എക്സിന്റെ വാല്യൂ 0 ആകുമ്പോഴാണ് എക്സിറ്റ് ആവുക. ഓക്കെ, അതുവരെ 5 തവണ ഇത് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യും, ഓരോ തവണയും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്യില്ല ലൂപ്പിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ. ഫോറും വൈലും ഒക്കെ ഡിഫറെന്റ് ആണ്, കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടേ ഉള്ളിലേക്ക് കടക്കും. ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നേ ഇല്ല, ലൂപ്പിന്റെ ഉള്ളിൽ 5 പ്രാവശ്യം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ, മറ്റേതാണെങ്കിൽ ഫോർ ലൂപ്പിലൊക്കെ ആണെങ്കിൽ കണ്ടീഷൻ എവിടെയെങ്കിലും തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ 5 തവണയാണ് ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നിങ്ങൾ കൊടുത്ത്, i<5 ആണ് കൊടുത്ത്. പക്ഷേ ലൂപ്പിന്റെ ഉള്ളിൽ എവിടെന്നെങ്കിലും ഐയുടെ വാല്യൂ 6 ആയി കഴിഞ്ഞാൽ പിന്നെ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും ഇല്ല, കാരണം ഓരോ തവണ ലൂപ്പിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോഴും കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഇവിടെ അങ്ങനെയില്ല, അൺകണ്ടീഷണലി ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും 5 തവണ. ഓക്കെ, ഇവിടെ കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. അതാണ് അൺകണ്ടീഷണൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ്, ഇത്രയും പറഞ്ഞത് അൺകണ്ടീഷണൽ ആണ്. ഇനി അടുത്തത് കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ. ഇതാണ് നമ്മൾ കൂടുതലും പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്തെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ മാത്രമേ പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും. ഫോർ എക്സാമ്പിൾ JZ ഓർ JE, ട്രാൻസ്ഫർ കൺട്രോൾ ടു അഡ്രസ് JZ ലേബൽ എന്നായിരിക്കാം, JE ലേബൽ എന്നായിരിക്കാം. ഓക്കെ, ബാറിട്ട് കൊടുത്തതാണ് JZ ലേബൽ അല്ലെങ്കിൽ JE ലേബൽ. ഇതിൽ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ട്രാൻസ്ഫർ എക്സിക്യൂഷൻ കൺട്രോൾ ടു അഡ്രസ്, അതായത് ഈ ലേബൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ജമ്പ് 0 ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്ഫർ നടക്കൂ. ഓക്കെ, ഈ 0 ഫ്ലാഗ് സെറ്റ് ചെയ്യുവാണെങ്കിൽ മാത്രമേ ജമ്പ് ഇന്റെ കേസിലും ജമ്പ് സെറ്റിന്റെ കേസിലും ട്രാൻസ്ഫർ നടക്കും. അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, മറ്റേതിൽ എന്തായിരുന്നു? ജമ്പ് ലാബൽ എന്ന് പറയുമ്പോൾ എന്താണ്? ജമ്പ് ലാബിലോട്ട് അങ്ങ് ജമ്പ് ചെയ്ത് പോകും, അവിടെ കണ്ടീഷൻ ഒന്നും ചെക്ക് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷനിലും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ ഇൻസ്ട്രക്ഷൻ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടേക്ക് പോകും. കോൾ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ടേക്ക് പോകും, റിട്ടേൺ എന്ന് പറയുമ്പോൾ തിരിച്ചു വരും, ജമ്പ് എന്ന് പറയുമ്പോൾ ജമ്പ് ചെയ്ത് പോകും, ലൂപ്പ് ലാബൽ എന്ന് പറയുമ്പോൾ ആ ലാബലിലോട്ട് പിന്നെയും പോകും. പക്ഷെ ഇവിടെ എന്താണ്? JZ ലാബൽ ആണെങ്കിൽ ജമ്പ് 0 ആണെങ്കിൽ മാത്രമേ ആ ലാബലിലോട്ട്, ദാറ്റ് മീൻസ് ഫ്ലാഗ് രജിസ്റ്ററിൽ 0 ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ? ജമ്പ് ചെയ്ത് പോകും. ഓക്കെ, ഇനി ജമ്പ് നോൺ സീറോ എന്ന് പറയുന്നത് നോൺ 0 ആണെങ്കിൽ മാത്രമേ ആ ലാബലിലോട്ട് ജമ്പ് ചെയ്ത് പോകും. ജമ്പ് S, ദാറ്റ് മീൻസ് എന്താണ്? സൈൻ ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ജമ്പ് സൈൻ ആണ്, അതായത് 0 അല്ല, ഇത് ജമ്പ് സൈൻ, അതായത് ലാബിൽ സെറ്റ് ചെയ്ത് സൈൻ ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ ലാബിലേക്ക് പോകും. ജമ്പ് നോൺ S, അത് നിങ്ങൾക്കറിയാം. ജമ്പ് O എന്താണ്? ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ലാബിൽ അതിലേക്ക് പോകും. ഇതെല്ലാം സെയിം സാധനം തന്നെ. അതുപോലെ തന്നെ പാരിറ്റീവ് ഫ്ലാഗ്, പിന്നെ എന്താണ്? നോൺ പാരിറ്റീവ് ഫ്ലാഗ്. പിന്നെ അടുത്തത് JB, JNAB, JC എന്നൊക്കെ പറയുന്നത് എന്താണ്? ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം. ഇത് JNB എന്ന് പറയുന്നത് ക്യാരി ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമാണ് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇത് അതിനനുസരിച്ച് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. കൺട്രോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു കണ്ടീഷണൽ കൺട്രോൾ ട്രാൻസ്ഫർ, അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ മാത്രമേ ആ പെർട്ടിക്കുലർ
സ്ഥലത്തേക്ക് നമ്മളെ പ്രോഗ്രാമിന്റെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്ത് പോകും. ഓക്കെ, ഇതിലൊക്കെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം ഈ ഇൻസ്ട്രക്ഷനിലൊക്കെ, എങ്കിൽ മാത്രമേ ട്രാൻസ്ഫർ ചെയ്ത് പോകും. മറ്റേതിൽ അങ്ങനെയല്ല, അൺകണ്ടീഷണലി ട്രാൻസ്ഫർ ചെയ്ത് പോകും. ഇതാ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് JCZ ട്രാൻസ്ഫർ എക്സിക്യൂഷൻ കൺട്രോൾ അഡ്രസ് ടു ലാബൽ ഇഫ് CX വാല്യൂ 0 ആണെങ്കിൽ മാത്രമാണ് ഈ ലാബലിലോട്ട് പോകുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കണ്ടീഷണൽ ലൂപ്പ് ഇൻസ്ട്രക്ഷനും ഉണ്ട്. നേരത്തെ നമ്മൾ എന്ത് കൊടുത്തത്? ലൂപ്പ് ലാബൽ എന്ന് പറഞ്ഞു. ഈ ലൂപ്പ് ലാബൽ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലാബലിലോട്ട് പോകും. ഇവിടെ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെക്ക് ചെയ്യുന്നില്ല. ഈ കേസിൽ എന്താണ്? കണ്ടീഷണൽ ലൂപ്പ് ഇൻസ്ട്രക്ഷൻ എന്താണ്? ലൂപ്പ് സെറ്റ്, അതായത് എന്താണ്? ലൂപ്പ് പിന്നെയും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? 0 ഫ്ലാഗ് സെറ്റ് ചെയ്താൽ 0 ഫ്ലാഗ് 1 ആണെങ്കിൽ മാത്രമേ ഇതെന്ത് ചെയ്യൂ? പിന്നെയും ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ലൂപ്പ് നോൺ സീറോ ആണെങ്കിൽ എന്താണ്? 0 ഫ്ലാഗ് നോട്ട് ഈക്വൽ ആണെങ്കിൽ മാത്രമേ ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് കണ്ടീഷണൽ ലൂപ്പ് ഇൻസ്ട്രക്ഷൻ. അതായത് ഇവിടെ നിങ്ങൾ ലൂപ്പ് എന്താണ് ഇതാണ് കൊടുത്തതെങ്കിൽ, ലൂപ്പ് സെറ്റ് ആണ് കൊടുത്തതെങ്കിൽ, ഇവിടെ ലൂപ്പ് സെറ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ലൂപ്പ് സെറ്റ് ലാബിൽ നിന്നാണെങ്കിൽ എന്താണ്? 0 ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ലൂപ്പ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഓരോ തവണ എന്താണ് ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതാണ് കണ്ടീഷണൽ ഇൻസ്ട്രക്ഷൻ. ലൂപ്പ് നോൺ സെറ്റ് ആണ് കൊടുത്തതെങ്കിൽ 0 ഫ്ലാഗ് 0 ആണെങ്കിൽ മാത്രമാണ് ഈ ലൂപ്പ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഓരോ തവണ ലൂപ്പിലേക്ക് കിടക്കുമ്പോഴും കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതാണ് കണ്ടീഷണൽ ലൂപ്പ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് ഫ്ലാഗ് മാനിപ്പുലേഷൻ രജിസ്റ്റർ. അപ്പോൾ നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം കഴിഞ്ഞ് ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം.